ഇതിനിടയിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. ഞാൻ ആ സംഭവത്തിലൊന്നും കിടക്കുന്നില്ല, കാരണം താല്പര്യമില്ല. അത് കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ കൊട്ടി ആഘോഷിച്ച്. അന്നും എനിക്കൊരു സങ്കടമുണ്ടായിരുന്നു. സുരേഷ് ഏട്ടൻ പറയുന്ന എല്ലാം 100% അത് ശരിയായിരുന്നു. സുരേഷ് ഏട്ടൻ എന്ന വ്യക്തിക്ക് വേണ്ടിയല്ല, ഇവിടെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സൗണ്ട് പൊങ്ങിയത്. പക്ഷെ അവിടെയും പലവരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യന് എവിടെയും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അന്ന് ആ സമയത്തും സുരേഷ് ഏട്ടൻ, ഞാൻ സുരേഷ് ഏട്ടന് ഒരു വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ഇപ്പോഴും പറയുകയാണ്, സുരേഷ് ഏട്ടൻ സിനിമയ്ക്ക് വേണ്ടി എന്തെടുത്താലും, ആർക്ക് വേണ്ടി എന്തെടുത്താലും ഞാൻ കൂടെ കാണും. അത് മായ്ക്കൊറ്റ വാക്കുകൾ ഇപ്പോഴും ഞാൻ പറയാണ്. പക്ഷെ അതിനു വേണ്ടി സുരേഷ് ഏട്ടൻ ആ സമയത്ത് സുരേഷ് ഏട്ടൻ എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിച്ചത്. ഒരാളെങ്കിലും സുരേഷ് ഏട്ടന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നു. ഏറ്റവും വലിയ രസം എന്റെ കൂടെ ഇരുന്ന് പത്രസമ്മേളനം നടത്തിയവർ വരെ പിന്നെ കണ്ടില്ലല്ലോ അവിടെ. അതെ, ശരിയാണ്. അല്ല, അതൊക്കെ അതൊന്നും ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോടുകൂടിയല്ല പറഞ്ഞു. ഞാൻ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ ഞാൻ പറയും. എനിക്ക് അതിൻ്റെ അകത്ത് പറയാൻ ഒരു മടിയില്ല. അപ്പോൾ ഉള്ള സത്യങ്ങളാണ് നമ്മൾ വിളിച്ച് പറയുന്നത്. സത്യങ്ങൾ വിളിച്ച് പറയുമ്പോഴത്തേക്ക് പലർക്കും അത് കൊള്ളും. അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അത് പറഞ്ഞേ പറ്റൂ. ആരെങ്കിലും പറയണം, അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എനിക്ക് എന്നെ ആരോഗ്യ ഇന്നലെ എങ്ങാണ്ട് ഫോണിൽ വിളിച്ച് ചീത്ത വിളിച്ചു. അതായത് ഇപ്പം സിനിമ കുറയുന്നു, നമ്മൾ ഈ കളക്ഷൻ വെളി വിടുന്നതുകൊണ്ട് പലരും സിനിമ പറയുന്നു. നാച്ചുറലി കളക്ഷൻ വെളി വരുമ്പോഴത്തേക്ക് സിനിമ പറയും. ഇന്ന് ഞാൻ അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരാൾ, ഞാൻ പ്രദക്ഷിണം വെച്ച് വരുമ്പോഴത്തേക്ക് എന്നെ സുരേഷ് ചേട്ടാ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിന്നപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞ പോലെ 3 കോടി മുടക്കി 3 ലക്ഷം രൂപ കിട്ടി. 3 കോടി മുടക്കിയിട്ട് 3 ലക്ഷം? ആ, അത് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് കേൾക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് അതുപോലാണ് കളക്ഷൻ. അപ്പോൾ അയാൾ വിദേശത്തുള്ള ഒരു വലിയൊരു ഇൻവെസ്റ്റർ ആയതുകൊണ്ട് അയാൾക്ക് ഈ 3 കോടി പോയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ സാധാരണക്കാരനാണെങ്കിൽ അതുപോലെ എത്രയോ പേര് ഇപ്പം ദിവസവും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. അത് കണ്ടിട്ടാണ് നമ്മൾ ഇത് വിളിച്ച് പറയുന്നത്. പിന്നെ ഒരു സിനിമ പ്രൊഡ്യൂസർ, അയാൾ കാശ്, പലരും പറയുന്നത് ഞങ്ങളെ ജോലി ഇല്ലാണ്ടാവുന്നു. ഒരു പ്രൊഡ്യൂസറുടെ അയാളുടെ കുടുംബം വിറ്റ് വേണോ ബാക്കിയുള്ളവരെ പോറ്റാൻ? തീർച്ചയായും അതാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഒരാൾ പടം എടുക്കാൻ വരുന്നത് നിർത്തിയെങ്കിൽ അയാളുടെ കുടുംബം വിറ്റും അയാളുടെ ഭാര്യയുടെ കെട്ടുതാലി വിറ്റുമാണ് വരുന്നത്. അത് വലിയ പ്രശ്നമാണ്. അയാളുടെ സങ്കടം പിന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇവരൊക്കെ എല്ലാവരും പൈസ ആയിട്ടും എല്ലാം ബാറ്റയായിട്ടും അല്ലാതെ വെട്ടിച്ചും ഒക്കെ പലരും എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു പൈസ. ആ പൈസ കൊണ്ടുപോയിട്ട് ഇയാൾ വഴിയാധാരമായിട്ട് തെരുവ് നിൽക്കുമ്പം അയാൾക്കൊരു കൈ പിടിച്ചു കൊടുക്കാൻ ആൾക്കാരില്ല. ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വ്യക്തമായിട്ടറിയാം. എത്രയോ കൊല്ലമായിട്ട് നമ്മൾ സിനിമയിൽ വരുന്നു. സിനിമയുടെ ഉയർച്ചകളും താഴ്ചകളും ഗർത്തങ്ങളിലേക്കുമൊക്കെ നമ്മൾ വീണ് പോയിട്ട് നമ്മൾ തിരിച്ചെഴുന്നേറ്റ് വന്നിട്ടുള്ളതാണ്. അത് വലിയ പ്രയാസമാണ് അങ്ങനെ വരാനായിട്ട്. പോയി ഇതിട്ട് മണ്ണിട്ട് മൂടിക്കളയും. പിന്നെ ആളെ കിട്ടത്തോലുമില്ല, ആരും അന്വേഷിക്കത്തോലുമില്ല. ഒരു പ്രൊഡ്യൂസർ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഫോൺ ഓഫാണ്. അയാൾ എവിടെ ജീവിക്കുന്നു, എവിടെയാണ്, എന്താണെന്ന് ആരും അന്വേഷിക്കാറുമില്ല. ഒന്നും ഈ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോലും അന്വേഷിക്കില്ല, അതിൽ അഭിനയിച്ചവർ പോലും അന്വേഷിക്കില്ല. അപ്പം അത് വലിയ സങ്കടമുള്ള കാര്യമാണ്. അത് നമ്മൾ പറയാനുള്ളത് പറയും. കുറേ പേര് വരാറില്ല. പലരും എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു, എനിക്കൊരു ഇൻവെസ്റ്റർ വന്നതാണ്, നീ പറയുന്ന വേണ്ടിയിട്ട് അയാൾ തിരിച്ചുപോയി എന്ത് ചെയ്യാൻ? ഞാൻ എന്ത് ചെയ്യാൻ? പറയാതിരിക്കാൻ. അയാൾ വന്ന് ഏതെങ്കിലും ഒരുത്തം വന്ന് ഇവിടെ നശിക്കുന്നത്, നമ്മുടെ മുമ്പിൽ കിടന്ന് നശിക്കുന്നത് നമ്മൾ കാണണ്ട. അതുകൊണ്ടാണ് പറയുന്നത്. പലർക്കും അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും. അത് എനിക്കത് അറിയേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും പ്രശ്നം ചേട്ടൻ അത് എന്തായാലും ഇനി എല്ലാ മാസവും ഈ സിനിമ ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ മാസവും വന്ന്, കഴിഞ്ഞ 3 മാസം വന്ന്, ഇപ്പൊ ഈ മാസവും വരും. അതിന് ഏതെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന ഈ സൂപ്പർ ഫാൻസ് ആൾക്കാര്. ഫാൻസ് ഒന്നുമില്ല, അവർക്കിത് പറയേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അല്ല, അവർക്കൊന്നും അറിയില്ല. അവരൊന്നും ഇതിൻ്റെ അകത്ത് ബഹളമൊന്നും ഉണ്ടാക്കാറില്ല. ഇതിൻ്റെ അകത്തുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും ബഹളം ഉണ്ടാക്കുന്നത്. അതിലൊന്നൊരു പ്രശ്നമൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. ഒരു സിനിമ പൊട്ടിയാലും പണ്ട് സിനിമ പൊട്ടിയാൽ ആർട്ടിസ്റ്റുകളൊക്കെ കൂടെ നിന്ന് ആ പ്രൊഡ്യൂസറെ രക്ഷപ്പെടുത്തുന്നൊരു സംവിധാനമുണ്ട്. അല്ലെങ്കിൽ ഒരു പടമില്ല 2 പടം കഴിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ കയറി വരാനുള്ള ഒരു സംവിധാനം. ഇന്ന് അങ്ങനല്ല. ഇന്ന് തിയേറ്റർ കളക്ഷനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് സിനിമ വയ്ക്കുന്നത്. കോസ്റ്റ് കൂടിപ്പോയി. നമ്മൾ പണ്ട് 30 ദിവസവും 25 ദിവസമൊക്കെ കൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പടം അതുപോലല്ല ഇപ്പോൾ ഒരു 50 ദിവസം കൊണ്ട് തീരേണ്ട പടം 100 ദിവസവും 120 ദിവസമൊക്കെയാണ്. ഞാനിപ്പോൾ അറിഞ്ഞത് ഒരാൾ ഇപ്പോൾ ലാലിൻ്റെ അടുത്ത് 190 ദിവസം ഒരു പടത്തിന് ഷൂട്ടിന് ഡേറ്റ് വെച്ചെന്ന് പറയും. 190 ദിവസം എന്ന് പറഞ്ഞാൽ 6 മാസം ഒരാൾ അഭിനയിക്കുന്ന ഒരു സിനിമ. എനിക്കറിയില്ല എങ്ങനെയാണ് മലയാള സിനിമ ഇത്രയും വരുന്നത്.
ഇപ്പം ഒരു പടം എടുത്ത് 200 കോടി രൂപ എന്ന് പറയുന്നത് തന്നെ വലിയ വലിയ സംഭവമാണ്. അപ്പോൾ അതൊക്കെ എത്രത്തോളം കളക്ട് ചെയ്ത് വരുന്നതെന്നും നമുക്കറിയില്ല. അത് നഷ്ടമാണോ ലാഭമാണോ എന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടില്ല. കാരണം പുലിമുരുകന്റെ പ്രൊഡ്യൂസർ എപ്പോഴോ അതെ, പുലിമുരുകൻ്റെ പ്രൊഡ്യൂസറൊക്കെ വളരെ രീതിയിൽ നിന്നുകൊണ്ടിരുന്ന ആൾ അത് അങ്ങനെ ഈ സിനിമ നിർത്തിയ ആൾ പോയില്ലേ? അതെ. എന്തുകൊണ്ടാണ് പോയത്? ഇവിടുത്തെ അനുഭവങ്ങളാണ്. അങ്ങനെ എത്രയോ പ്രൊഡ്യൂസേഴ്സ് പോയി. ഞാൻ പറയുന്ന നമ്മുടെ ചേംബറിലെ കണക്കനുസരിച്ച് ഇവിടെ 5800 6000 സിനിമകളായി കാണും. ഇപ്പോൾ ഈ 6000 സിനിമകളിൽ 27 പ്രൊഡ്യൂസർമാരാണ് രക്ഷപ്പെട്ടത് ആകെ. അപ്പൊ ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സ് ഒക്കെ എവിടെ പോയെന്ന് ചോദിച്ചു. ആർക്കും അറിയില്ല. ഇത്രയും പേര് ഇവിടെ കാണാനില്ല, അവരുടെ പേരറിയത്തില്ല. എവിടെങ്കിലുമൊക്കെ ഇവർ മരിക്കുമ്പോൾ ആരെങ്കിലും ഇതിൻ്റെ അടിയിൽ ഇദ്ദേഹം ഈ പടത്തിൻ്റെ നിർമ്മാതാവായിരുന്നു, ഇതൊക്കെ പടം എടുത്തിട്ടുണ്ടെന്നുള്ള ആരറിയുന്നു? ഒരാൾക്കും അറിയില്ല, ആരും അന്വേഷിക്കാറില്ല. കാരണം മലയാളത്തിൽ പ്രൊഡ്യൂസേഴ്സിന് ഒരു മലയാളത്തിൽ മാത്രമല്ല, ഇത് തമിഴിലും ഉണ്ട്, തെലുങ്കിലും ഉണ്ട്, എല്ലായിടത്തും ഈ പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇതെടുത്ത് വെളിവിടുന്നത്. തമിഴിലും തെലുങ്കിലും ഒന്നും ഇത് ചെയ്തിട്ടില്ല. അവർ തുടങ്ങും അല്ലേ? പക്ഷെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ തെലുങ്ക് മൂവിയിലൊന്നും തെലുങ്കിൽ പിന്നെയും പ്രൊഡ്യൂസേഴ്സിന് ഒരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് സെറ്റിൽ വരുമ്പോൾ. എൻ്റെ അടുത്തൊരു മലയാളത്തിൻ്റെ ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് പറഞ്ഞത്, കാരണം അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ എനിക്കിപ്പോൾ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തെലുങ്കിലൊക്കെ പിന്നെയും കിട്ടുന്നുണ്ട്, പുള്ളിയൊരു തമാശയുടെ ക്യാമറ വരെ വേണമെങ്കിൽ എണീറ്റ് നിന്ന് റെസ്പെക്റ്റ് ചെയ്യും. പക്ഷെ മലയാളത്തിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ചില നടികളോട് ഈ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ വില, അതിൻ്റെ ഒരു വില പോലും നമുക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണോ? എല്ലായിടത്തും ഉണ്ടാവും, ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ. അപ്പം പലയിടത്തും പല രീതിയിലായിട്ട് ഉണ്ടാവും. ഇവിടെയൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പിള്ളേർക്കൊന്നും ആരെയും ബഹുമാനിക്കുന്ന അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. എന്നാലും നമുക്കൊന്നും അങ്ങനെ ഒരു അനുഭവമില്ല. അത് വീട്ടിൽ നിന്ന് കിട്ടാത്ത ശീലമാണ്. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കി വരേണ്ടതാണ്. ഒരാൾ വരുമ്പോൾ ഒന്ന് എണീക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കുഴപ്പമില്ല. ഒരു സീനിയറായിട്ട് നമ്മളൊക്കെ അത് പഠിച്ചു വന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, നസീർ സാറിനെ കണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഒരു പ്രൊഡ്യൂസർ വന്നാൽ ചാടി എണീറ്റ് എത്ര ആളായാലും ആരായാലും നമ്മളെക്കാട്ടി മൂത്ത ഏതൊരു നടൻ വന്നാൽ പോലും അവര് വാല്യൂ ഇല്ലെങ്കിൽ പോലും നമ്മളെക്കാട്ടി പ്രായത്തിന് മൂത്തുള്ള ആളെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ള ഒരു അതൊരു നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. കൾച്ചറുമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കണ്ട് ഒരുപാട് ശീലങ്ങളുണ്ട് നമുക്ക് പാരന്റ്സ്. കാരണം ഇപ്പൊ എല്ലാം യോയോ പാരന്റ്സ് ആണല്ലോ. അപ്പം ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയയിലും മൊബൈലും, നമ്മളത് കുറ്റം പറയുന്നതല്ല ആരെ, ആ ഒരു യുഗത്തിലാണ് നമ്മൾ പോകുന്നത്. ആ യുഗത്തിൽ പോകുമ്പോൾ അത് അച്ഛനമ്മമാർ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്ത് യുഗത്തിലാണെങ്കിലും ഇതിൽ കൂടെ ഒന്നും നമ്മുടെ കൾച്ചർ വരില്ല. തീർച്ചയായും കൾച്ചർ വരണമെങ്കിൽ അത് അമ്മയുടെ മുലപ്പാലിൽ നിന്ന് ഇത് കിട്ടുന്ന പോലെയാണ് ഈ കൾച്ചർ എന്ന് പറയുന്ന സാധനം വരുന്നത്. അത് പറഞ്ഞു തന്നെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അത് പാരമ്പര്യമായിട്ട് വരുന്നതും അല്ലാതെ നമ്മുടെ ജീവിത രീതിയിൽ അച്ഛനും അമ്മയും എങ്ങനെ ബാക്കിയുള്ളവരെ ബഹുമാനിക്കുന്നത് അത് കണ്ടിട്ടാണ് മക്കൾ ചെയ്യുന്നത്. ഒരു അച്ഛനും അമ്മയും ഒരു അമ്മൂമ്മ സുഖമില്ല കിടക്കുകയാണെങ്കിൽ ആ അമ്മൂമ്മയെ ചികിത്സിക്കുന്നത് കണ്ടിട്ടാണ് ഈ മക്കളാണെങ്കിൽ നാളെ അവർ ആ അമ്മയും അതുപോലെ തന്നെ അല്ലാതെ അമ്മയെ കൊണ്ട് വൃദ്ധസ്ഥാനത്തിൽ കൊണ്ട് വിടുകയാണെങ്കിൽ നാളെ ഈ അമ്മയെ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്, അതായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ആ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവരെ എങ്ങനെ വളർത്തുന്നു, നമ്മുടെ ആ കൾച്ചർ അവരിലേക്ക് എങ്ങനെ നമ്മൾ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നു, അതനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അല്ല, എനിക്ക് വേറൊരു കാര്യം കൂടി ഇന്ന് അറിയണമെന്നുണ്ട്. അതാരും തെറ്റിദ്ധരിക്കല്ല. ഇപ്പം വരുന്ന ലാലേട്ടൻ മമ്മൂക്ക അവരൊന്നുമല്ല, സുരേഷ് ഗോപി ചേട്ടൻ അവരൊന്നുമല്ല. ഇപ്പം വരുന്ന ഒരു യൂത്തിൻ്റെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഒരു സിനിമ സക്സസ് ആയി ഇല്ലെങ്കിൽ സക്സസ് ആയില്ല. പണ്ടൊക്കെയാണ് 100 ദിവസമൊക്കെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്നത്. ഇന്നൊരു 100 ദിവസം ഒരു സിനിമ പോലും ഓടുന്നില്ല. 50 ദിവസമില്ല, കഷ്ടിച്ചൊരു 25 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം, എത്രയാണെങ്കിലും. കാരണം ഇന്ന് ആ രീതിയിൽ OTT പ്ലാറ്റ്ഫോമിൽ പോകുന്നുണ്ട്. അവരായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിൽ ഇത്രയും ദിവസം കഴിഞ്ഞാൽ അവർക്ക് സിനിമ കൊടുക്കണം. അപ്പോൾ സിനിമ വിജയിച്ചാലും ഇല്ലെങ്കിലും ഈ പുതിയ വരുന്ന ആൾക്കാർ അടുത്ത സിനിമയിൽ ഈ കോടികൾ എങ്ങനെ ചോദിക്കുന്നത്? അവർക്കൊരു നമ്മളിപ്പോൾ എന്ത് ചെയ്യാനൊക്കെ അത് അവരുടെ അടുത്ത് ചോദിച്ചാലേ ആ കോടികൾ അവർ പറയുന്ന കോടികൾ ഇപ്പം ഞാനൊരാൾ 2 കോടി രൂപ റെമ്യൂണറേഷൻ വാങ്ങിക്കണമെങ്കിൽ ആ 2 കോടി രൂപ തിയേറ്ററിൽ നിന്ന് അത് കളക്ട് ചെയ്യാനായിട്ട് എങ്കിലും അതിനുള്ള ഉത്തരവാദിത്വമെങ്കിലും അയാൾക്കുണ്ട്. പടത്തിൻ്റെ കോസ്റ്റ് വേറെ ആയിരിക്കും. കോസ്റ്റ് ചിലപ്പോൾ 5-10 കോടി രൂപ ആയിരിക്കും. ഇയാൾ വാങ്ങിക്കുന്ന 2 കോടി രൂപയെങ്കിലും തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, അതുപോലും കളക്ട് ചെയ്യുന്നില്ല. എന്നിട്ടാണ് ഈ കോടികൾ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ സുരേഷ് ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സുരേഷ് ചേട്ടൻ്റെ കൂടെ 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്നും ഒരു അതിശയം എന്ന് പറയുന്നത്
2010 ഞാൻ ചൈന ടൗൺ ചെയ്യാൻ റാമോജി ഫിലിം സിറ്റി പോയി. ശരിക്കും പാലക്കാട് ഇന്ന് എനിക്ക് ആ ഒരു അതിശയം എൻ്റെ മനസ്സിലുണ്ട്. കൃത്യം കേരള ബോർഡറിൽ കയറിയപ്പോഴേക്ക് സുരേഷൻ്റെ ഫോൺ വന്ന്, നീ പാലക്കാട് സ്റ്റേഷനിലേക്ക് കയറി അല്ലേ, കേരള ബോർഡറിലേക്ക് കയറി, ശരി ഞാൻ നിൻ്റെ വീട്ടിൽ സജിയുടെ കയ്യിൽ ഒരു അഡ്വാൻസ് കൊടുത്ത് വിട്ടിട്ടുണ്ട്, ഓർമ്മയുണ്ട് ചേട്ടന്? ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ അതിശയിച്ച്, സുരേഷ് ചേട്ടൻ എങ്ങനെ അറിഞ്ഞു ആ സമയത്ത് ഞാൻ കേരള ബോർഡറിലേക്ക് കയറി ചൈന ടൗണിലാണ് പോയതും? എനിക്ക് ആ കഥാപാത്രം തരാൻ സുരേഷ് എന്നോട് പറഞ്ഞത് പപ്പി ചേച്ചിയാണ് അല്ലേ? പണ്ട് KPC ലളിത ആൻഡ് ചെയ്ത ക്യാരക്ടർ എനിക്കൊന്ന് പപ്പി ചേച്ചി എടുത്ത് പറഞ്ഞത് KR വിജയമ്മയായിരുന്നു അവൾക്കൊരു അല്ലേ? പക്ഷെ ഇതെങ്ങനെ അറിഞ്ഞു? ഇന്ന് എനിക്കിതാണ്. കാരണം സുരേഷന് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ സുരേഷന് ഇഷ്ടപ്പെടുന്നവർ എവിടെയുണ്ട്, എവിടെ എത്തി എന്നൊക്കെ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ല, അങ്ങനൊന്നുമില്ല. ഞാനതെന്തോ അന്ന് ചിലപ്പം നേരത്തെ വിളിച്ചപ്പോൾ ഭാഷ മാറി പറഞ്ഞായിരിക്കും, രണ്ടാമത് മലയാളം വന്നപ്പോൾ ആയിരിക്കും അത് അങ്ങനെ. എന്നാലും ഞാൻ ആ സെറ്റിലുണ്ടായിരുന്നു എങ്ങനെ അറിഞ്ഞു? അത് ആരെങ്കിലും ഇപ്പം നമ്മൾ സിനിമ ആകുമ്പോൾ എല്ലാവരും അറിയുമല്ലോ. പക്ഷെ ഞാൻ അത്ര അറിയപ്പെടുന്ന ഒരാളൊന്നുമല്ലല്ലോ. അതാണ് എനിക്ക് എന്നും ആ ഒരു അതിശയമാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ സുരേഷ് ഏട്ടൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ 20 ദിവസം അല്ലെങ്കിൽ 21 ദിവസം കൊണ്ട് പറയുന്ന രീതിയിൽ തന്നെ ഫുൾ ഷൂട്ടിങ്ങും ചെയ്ത് തീർക്കും. പിന്നെ 21 ദിവസം കൊണ്ട് പടം തീർത്ത പടങ്ങളില്ല. നമ്മൾ 22 ദിവസം രതിനിർവേദം തീർത്തു. അല്ല, അതേ കൂടുതലെടുത്തു, 30 ദിവസം എടുത്തോ? 32 ദിവസം. പക്ഷെ രതിനിർവേദത്തിൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരിതുണ്ട്. ഞാൻ സുരേഷൻ്റെ അടുത്ത് ചോദിച്ചു, രതി ചേച്ചിയായിട്ട് ഞാൻ അഭിനയിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നിന്നെ 3-ാം ഭാഗത്തിലേക്ക് ഞാൻ എടുക്കാതെ പറഞ്ഞു. 3-ാം ഭാഗം നടക്കോ ഇല്ലേ ഇതൊന്നും അറിയില്ല. പിന്നെ ഇപ്പം നമുക്കൊക്കെ ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ജനം TV-യുടെ ചെയർമാനാണ് അല്ലേ സുരേഷ്? അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം കൂടി എവിടെ നിന്ന് ഈ സമയം കിട്ടുന്നത്? സമയം ഉണ്ടാക്കി ചെയ്യുന്നു, അത്ര തന്നെ. അത് നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ് ജനം TV എന്ന് പറയുന്നത്. ഞാൻ വന്ന നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മുതലേ സംഘമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളാണ്, RSSുമായിട്ട്. അത് കഴിഞ്ഞ് BJPയിൽ ഞാൻ 83 മെമ്പർഷിപ്പ് എടുത്ത് വരുന്ന ആളാണ്. അന്ന് BJPയിൽ ആരുമില്ല ഇവിടെ, അന്നേ മുതലേ ഞാൻ മെമ്പറാണ്. അപ്പോൾ ആ ഒരു നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, എന്തെങ്കിലും നമ്മുടെ സംഘത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണമല്ലോ എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് എല്ലാവരും കൂടെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അത് നമ്മൾ ഏറ്റെടുത്തപ്പോൾ ചെയ്തുകൊണ്ട്. എന്തായാലും ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചത്, ചിത്രാഞ്ജലി സ്റ്റുഡിയോ രക്ഷപ്പെടുത്താൻ പറ്റുമോ? അല്ല, എനിക്ക് അതിനെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഇവിടെ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം അത് K. കരുണാകരനും നസീർ സാറും കൂടെ ചേർന്നാണെന്ന് അത് ഉദ്ഘാടനം. അന്ന് 77-76 കണ്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണ്. ഞാൻ, ലാല്, കുമാർ, അന്ന് ക്യാമറമാൻ കുമാർ അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ കുമാർ പറഞ്ഞിട്ടാണ് ഞാനും പ്രിയനും എല്ലാം കൂടി ഞങ്ങളവിടെ പോയി നിന്നിട്ട് ഇത് കാണുകയാണ്, അതിൻ്റെ ഉദ്ഘാടനവും പ്രസംഗമൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു സിനിമ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെയാണ് 80 കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആദ്യം സിനിമത്തോടെ ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ പടം ഓടെ ചെയ്തു. സിനിമ ആദ്യത്തെ പടം പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന് പറഞ്ഞ പടം ഫുൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്ത് അതിൻ്റെ അവിടെ പ്രിൻ്റ് അടിച്ച് സെൻസർ ചെയ്ത കേരളത്തിലാണ് ആദ്യമായിട്ട്. നമ്പർ 1 ആണ് സെൻസർ സർട്ടിഫിക്കറ്റ് 1 എന്ന് പറയുന്ന കേരളത്തിലെ എൻ്റെ പടമാണ് പൂച്ചയ്ക്കൊരു മൂക്കുത്തി. അങ്ങനെ ഞാനവിടെ ഒരു 14ഓളം സിനിമ ചെയ്തു. എന്നുവെച്ചാൽ സിനിമ ചെന്നൈയിൽ നിന്ന് ഇവിടോട്ട് പറിച്ചു നടാനെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ്. ഇപ്പോഴും ഉണ്ട്. ഇപ്പം പക്ഷേ ഇവിടെ നിന്ന് ഇതെല്ലാം കൂടെ പറിച്ചുകൊണ്ട് എല്ലാവരും കൂടെ എറണാകുളത്ത് പോയി. അപ്പോൾ അതൊരു വലിയ സങ്കടമുണ്ട്. അതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ അതപ്പതിച്ച് പോയതുകൊണ്ടാണ് ഇവിടെ നിന്ന് എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് പോയത്. ഇത് അവിടുത്തെ റെക്കോർഡിംഗ് തിയേറ്റർ ഇളക്കി ഇട്ടിട്ട് ഇപ്പോൾ 7 കൊല്ലമായി അത് പൊളിച്ചിട്ടിട്ട്. ഇതുവരെ ആ റെക്കോർഡിംഗ് തിയേറ്റർ തീർന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവിടെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എത്രയോ കിഫ്ബിയിൽ നിന്നൊക്കെ 150 കോടി രൂപ കൊടുത്തു. ഈ 150 കോടി രൂപ കൊടുത്തിട്ടും ഇത്രയും കാലതാമസം എന്തിനാണ്? അല്ലെങ്കിൽ ഇത് ലോകോത്തര നിലവാരത്തിൽ അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ഇത് എല്ലാവരും കൂടെ ഇതെടുത്ത് അവിടെ കൊണ്ടുപോകില്ലായിരുന്നു, എറണാകുളത്ത് പോകില്ലായിരുന്നു. എറണാകുളത്ത് ഈ തിരുവനന്തപുരത്തു നിന്ന് ഇത് എറണാകുളത്തോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമയുടെ ഒരു സംസ്കാരവും വേറെ രീതിയിലോട്ട് മാറി. തിരുവനന്തപുരത്ത് ഉണ്ടായപ്പോൾ അതിനൊരു വേറൊരു മാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് അന്നൊന്നുമില്ലായിരുന്നു ഇതുപോലെ. ആൾക്കാരെങ്കിലും പോയി മദ്യപിക്കുന്നതല്ല. അങ്ങനെ ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞ സംഭവം ഈ അടുത്ത കാലത്ത് കുറച്ച് നാളായിട്ടുള്ള വന്നിട്ട് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. സിനിമയിൽ ഒരിക്കലും
അനുവദിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു തലമുറ നശിച്ചു പോകുന്ന മാത്രമല്ല, ആർക്കും പ്രയോജനമില്ല. പ്രൊഡ്യൂസർമാരെല്ലാം കഷ്ടപ്പാടിലാണ്. ഇവരാരും സമയത്തിന് സെറ്റിൽ വരാറില്ല. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിവിടെ പറഞ്ഞാലൊന്നും ഇപ്പോഴും തീരൂല. അപ്പോൾ ഈ ചിത്രാഞ്ജലി എന്ന് പറയുന്ന സ്റ്റുഡിയോ ലോകോത്തര നിലവാരത്തിൽ ഒരു സ്റ്റുഡിയോ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഇപ്പോഴും ഇങ്ങനെ നീണ്ടു പോവാണ്. അതായത് സർക്കാരുകാരും മുറപോലെ നടക്കുന്ന കാര്യം ചുവപ്പ് നാടെ കുടുങ്ങി അവിടെ കിടക്കുകയാണ്. അല്ലാതെ എവിടെ ചോദിച്ചാലും ആർക്കും ഉത്തരവൊന്നുമില്ല. തമിഴ്നാട്ടിലോ ഒരു ഹൈദരാബാദിലോ നോർത്തിലോ ഹൈദരാബാദിലല്ല, ഇപ്പം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഒരു സ്റ്റുഡിയോ തുടങ്ങുന്നുണ്ട് 1000 ഏക്കറിൽ. മധ്യപ്രദേശിൽ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഗോവയിൽ വരുന്നുണ്ട് 80 ഏക്കറിൽ ഒരു വലിയൊരു സ്റ്റുഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പടപടപടയെന്ന് തീർത്തത് ഒരു വലിയ, അപ്പോഴത്തേക്ക് ഇത് തീരും, പൂട്ടിയിടേണ്ടി വരും. അതെനിക്ക് പറയാം. ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭരിക്കാൻ വന്നാൽ ഈ ചിത്രം ഇത് രാഷ്ട്രീയ പാർട്ടി ഒന്നുമല്ല. ഇപ്പം കോൺഗ്രസ് ഭരിച്ചാലും CPM ഭരിച്ചാലും ആര് ഭരിച്ചാലും ഇവിടെ ഇത് തന്നെ നടക്കും. എന്താ എനിക്കറിയില്ല. ഇവിടുത്തെ ഒരു സ്ഥിതി അതാണ്. ഒരിക്കലും ഒരാളും ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് എടുത്ത് അതൊരു വലിയ രീതിയിലാക്കാനായിട്ട് നല്ലൊരു സ്റ്റുഡിയോ ആയിരുന്നു. ലോകോത്തര നിലവാരത്തിലൊരു റെക്കോർഡിംഗ് തിയേറ്റർ ആയിരുന്നു പണ്ട് ദേവദാസ് സാർ ഉണ്ടാക്കിയത്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെക്കോർഡിംഗ് തിയേറ്റർ ആയിരുന്നു ആദ്യം തുടങ്ങുമ്പോൾ. അതൊക്കെ പോയി, തകർന്നു പോയി, നശിച്ചു പോയി, എല്ലാം പോയി. ഇനി അതെന്ന് എല്ലാം റെഡിയായി വരുന്ന എനിക്കറിഞ്ഞു. വന്നാക്കോളാം. അപ്പം എന്തായാലും ഞാൻ ഈ സൗഹൃദ സംഭാഷണം ഇവിടെ നിർത്തുകയാണ്. കാരണം സുരേഷനും ഒരുപാട് തിരക്കുള്ള ഒരാളാണ്. എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും സമയം അനുവദിച്ചു തന്നല്ലോ, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്നാലും പിടി തന്നിട്ടില്ല, നമുക്കൊന്നും പിടി തന്നിട്ടില്ല. അത് നമ്മൾ അടുത്തതിൽ പിടിക്കാം. അടുത്തതിൽ പിടിക്കുന്നത് എവിടെ തരാൻ? ഇത് തന്നെ പിടിക്കാൻ പെട്ട പാടെ എനിക്കറിയാം. പിന്നെയാണ് ഇനി നേരത്തെ പറഞ്ഞ നമ്മൾ എല്ലാ പോയിന്റ് ഒക്കെ എഴുതി വെച്ച്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സുരേഷനായിട്ട്. എനിക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മമ്മയൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് തന്നതായിരിക്കണം. ആയിക്കോട്ടെ, നമ്മൾ എത്രയോ വർഷത്തെ പരിചയം, പാരമ്പര്യമായിട്ട് എല്ലാവരും അറിയാവുന്ന ആൾക്കാരല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ പിന്നെ കീർത്തിയെക്കുറിച്ചൊന്നും ചോദിക്കാത്തെന്ന് പറഞ്ഞാൽ സുരേഷ് അതൊക്കെ ഒരുപാട് പറഞ്ഞ ഒരിതാണ്. അല്ല, ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു, രേവതി എന്തുകൊണ്ടാണ് ഡയറക്ടർ ആക്കാൻ? രേവതി രേവു ഡയറക്റ്റ് ചെയ്യും, അത് വരുന്നല്ലേ ഉള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണോ? അതൊക്കെ വരും, അവർ ചെയ്യും. ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് ലാലേട്ടനെ വെച്ച് അന്ന് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, പ്രിയൻ സാറ് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, ജി സുരേഷ് കുമാർ പ്രൊഡ്യൂസർ, ഇങ്ങനെ രേവതി കലാമന്ദിർ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോദിക്കണം, ഈ രേവതി കലാമന്ദിർ എന്ന പേര് എപ്പോഴാണ്, ഏത് സിനിമയ്ക്കാണ് ആദ്യം? ബട്ടർഫ്ലൈ സിനിമയ്ക്കാണ്. രേവതി മൂത്ത മോൾ വന്ന ശേഷം അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അന്ന് പണ്ട് ഏതായിരുന്നു പേര് സിനിമ? സൂര്യോദയ ക്രിയേഷൻസ്. അത് എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ. നിങ്ങൾക്കും അതൊരു പുതിയ അറിവായിരിക്കും. ഇത്രയും വർഷം ബന്ധമുണ്ടായിട്ട് ഞാനും അതിപ്പോഴാണ് അറിയുന്നത്. നിങ്ങളുടെ ഒപ്പം തന്നെയാണ്. അപ്പോൾ ആ സൂര്യോദയ ക്രിയേഷൻസിൽ ജി സുരേഷ് കുമാർ പ്രൊഡ്യൂസർ, പ്രിയദർശൻ, സനൽകുമാർ, സനലേട്ടൻ. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം സനലേട്ടൻ. ഒരുപാട് പേർക്ക് അറിയാത്തവർക്കും ഉണ്ട്. ലാലേട്ടൻ നായകൻ. എന്തുകൊണ്ടാണ് ആ ഒരു പഴയ കാലഘട്ടത്തിൽ ഇപ്പം ജി സുരേഷ് കുമാർ പ്രൊഡ്യൂസ് ചെയ്ത് രേവതി കലാമന്ദിറിൻ്റെ കീഴിൽ പ്രിയദർശൻ സാറ് ഡയറക്ഷനും ലാലേട്ടന് നായകനാവുന്ന ഒരു സ്വപ്നം ഞങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കുമോ? അല്ല, അത് സാധിക്കുമോ ഇല്ല എന്നുള്ളതെന്ന് ഞാൻ പറയില്ല. അത് അവരും കൂടെ വിചാരിക്കണം. വിചാരിച്ചാൽ സാധിക്കും, ഞാൻ മാത്രം വിചാരിച്ചാണ് കൂടുതൽ. അത് ശരിയാണ്. പക്ഷെ അവരെന്തുകൊണ്ടാണ്? കാരണം അവർക്കൊരു തുടക്കം കൊടുക്കാൻ എന്നും ഇൻസ്പിറേഷൻ പോലെ നമ്മുടെയൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും നമുക്കൊരു മുന്നോട്ട് കൊണ്ടുവരാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി കാണും, അല്ലേ? അതിപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സത്യമായിട്ട് അറിയില്ല. പക്ഷേ അവരൊക്കെ വലിയ ഭാഗ്യം ചെയ്തവരാണ്. ഇപ്പം സുരേഷ് ഏട്ടനെ പോലൊരു, ഞാൻ ആ കാലഘട്ടത്തിൽ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, സുരേഷ് ഏട്ടൻ്റെ ആ കാലഘട്ടത്തിൽ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിപ്പോയാന്. ആവാത്തിൽ എനിക്ക് സങ്കടമൊന്നുമില്ല, ചിലപ്പോൾ ഇനിയായിരിക്കും. പക്ഷെ അത്രയും സപ്പോർട്ട് ഉണ്ടായിട്ട് അവരെന്തുകൊണ്ടാണ് സുരേഷ് നമുക്കും എല്ലാവർക്കും കൂടി ചേർന്ന് പഴയ ഒരു കാലഘട്ടം പോലെ നമുക്കൊരു സിനിമ ചെയ്യാന്ന്? അതല്ലേ ഞാൻ പറഞ്ഞത്. ഒന്നാമത് പ്രിയൻ സാറ് പിടിതരില്ല, ലാലേട്ടൻ ഒട്ടും എനിക്ക് പിടിതരില്ല. രണ്ടുപേരും നോക്കത്താ ദൂരത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ വരെയാണെങ്കിൽ ചേട്ടൻ എടുക്കാൻ ചെയ്യാലോ.
അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കഥ മനസ്സിലുണ്ടോ? എനിക്ക് അങ്ങനെ മനസ്സിലൊന്നുമില്ല, ഒരു കഥയില്ല, അല്ല കഥയൊന്നുമില്ല. അങ്ങനെ ഈ ചേട്ടൻ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അവരൊന്നും ചേട്ടൻ ഒന്നും എക്സ്പെക്ടേഷനും ചെയ്യില്ല എന്ന് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. പക്ഷെ അവരാരെങ്കിലും അങ്ങനെ ചേട്ടന് ഒരു തളർന്നിരുന്ന സമയത്ത് ഞങ്ങളുണ്ടടാ സുരേഷ് എന്നുണ്ട് ആരെങ്കിലും വന്ന് കൈ പിടിച്ചിട്ടുണ്ടോ? തളർന്നിരുന്നപ്പോൾ നമ്മളവിടെ ഇരുന്നിട്ടുണ്ട്. ആരും പിടിക്കാൻ വന്നിട്ടില്ല, സ്വന്തം കൈയേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, സത്യമാണ്. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നസീർ സാറായിട്ടൊക്കെ ഭയങ്കര സൗഹൃദങ്ങളായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇവിടെ ഓഫീസിലും ഒരു ഫോട്ടോയേ ഉള്ളൂ, അത് നസീർ സാറിൻ്റെ ഫോട്ടോ ആണ്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ഗുരു തുല്യനായിട്ടും നമ്മളൊരു ദൈവമായിട്ടും സങ്കല്പിക്കുന്ന സിനിമയിൽ അത് നസീർ സാറാണ്. അതുകൊണ്ട് വേറെ ആരെങ്കിലും എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ എത്ര പേരുടെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെ വീട്ടിലുള്ള ഫോട്ടോ കീർത്തിയുടെ പോലും ഇല്ല. കീർത്തിയുടെ അച്ഛൻ്റെ അമ്മയുടെ ഉണ്ട്, സുരേഷ് ചേട്ടനും പപ്പി ചേച്ചിയും ഉണ്ട്. ഞാനിവിടെ വന്നപ്പോഴും ശ്രദ്ധിച്ചത് ഈ ഒരു ഫോട്ടോയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് പറയാമെന്ന് വെച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് പിന്തുടരാനാണ് ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമയിൽ ആരാധിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ഇദ്ദേഹം മാത്രം, വേറെ ആരുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് 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 സന്തോഷം. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഞാൻ ഇവിടെ ഇപ്പം തൽക്കാലം ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. എന്തായാലും സുരേഷ് ചേട്ടൻ ഒന്ന് ഹഗ് ചെയ്യാമോ? സമ്മതിക്കാം, അതില്ല, സമ്മതിക്കുന്നില്ല. ഓക്കെ ഓക്കെ ഏട്ടാ, ഒരുപാട് സന്തോഷം. ശരി, പോയിട്ട് ഒരു ഫോട്ടോ എടുക്കണ്ടേ?